ഒരു പ്രണയം ഒരു കാത്തിരിപ്പ് ഭാഗം 11. രചന ഗായത്രി ദേവ്. തനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണ് ഈ സെമസ്റ്ററിൽ? സൂര്യൻ ഗായത്രിയോട് ചോദിച്ചു. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. അവൾ ഒട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. അവനൊരു കുഞ്ഞു ചിരി വന്നു. അത് ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ടാണോ? ഒരു ചെറിയ കുസൃതി അവൻ്റെ ചോദ്യത്തിൽ ഒളിഞ്ഞു നിന്നു. അവളും ചിരിയോടെ തലയാട്ടി. താൻ സാറിൻ്റെ അടുത്ത് ഇത്ര ഓപ്പണായി സംസാരിച്ചതിൽ അവൾക്ക് അത്ഭുതമായി. തനിക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വന്നു ക്ലിയർ ചെയ്യണം, സൂര്യൻ ഗായത്രിയോട് പറഞ്ഞു. അവനത് പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി. അവളുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ സൂര്യൻ കാർ സ്ലോ ചെയ്തു. ഇവിടെ ഇറക്കിയാൽ മതിയോ? അവൻ അവളോട് ചോദിച്ചു. മതി സർ. അവൾ കയ്യിലെ പഴയ ഫോണിലേക്ക് സമയം നോക്കി. എപ്പോഴത്തേക്കാൾ നേരത്തെയാണ് കാറിൽ ഫാസ്റ്റായി വന്നതുകൊണ്ട് എന്ന് അവൾ ഓർത്തു. റോഡിൻ്റെ ഓരം ചേർന്ന് സൂര്യൻ കാർ നിർത്തിയപ്പോൾ അവൾ ഡോർ എങ്ങനെ തുറക്കണമെന്ന് അറിയാതെ ആശങ്കയോടെ അവനെ നോക്കി. അവൻ ഡോർ അൺലോക്ക് ചെയ്തു കൊടുത്തു. അവളുടെ അടുത്തേക്ക് ചാഞ്ഞു വന്ന് ഡോർ തുറന്നു. അവൻ്റെ മുടിയിഴകൾ അവളുടെ മുഖത്തു തട്ടി. അവൾ പിന്നിലേക്ക് ചാഞ്ഞു. അവൻ നേരെ ഇരുന്നപ്പോൾ അവൾ കാറിൽ നിന്ന് പതുക്കെ ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞ് അവൾ അവനെ നോക്കി. തന്നെ ഉറ്റുനോക്കുന്നവനെ കണ്ട് അവൾ വല്ലാതായി. താങ്ക് യു സർ, അവൾ പതുക്കെ പറഞ്ഞു. അവൻ അവളെ നോക്കി തലയാട്ടി. ഗായത്രി പിന്തിരിയാൻ തുടങ്ങിയതും അവൻ അവളെ വിളിച്ചു. ഗായത്രി. എന്താ സർ? അവൾ തിരിഞ്ഞു നിന്നു. സൂക്ഷിച്ചു പോകണം, ഇരുട്ട് വീണിട്ടുണ്ട്. അവളോടുള്ള കരുതൽ അവൻ്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു. ഇതൊക്കെ അവൾക്ക് പുതുമയുള്ളതാണ്. സൂര്യൻ വണ്ടി മുന്നോട്ടെടുത്തു. അകന്നു പോകുന്ന കാർ അവൾ നോക്കി നിന്നു. പിന്നെ പതുക്കെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ സൂര്യനെക്കുറിച്ചാണ് ആലോചിച്ചത്. സിമി പറഞ്ഞതുപോലെ സാറിന് തന്നോട് എന്തോ ഒരു പ്രത്യേക പരിഗണന ഉണ്ടോ? പക്ഷേ ഇന്ന് ക്യാബിനിൽ പോയി ടെക് ഫെസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ സാർ എന്തിനാണ് തന്നോട് ദേഷ്യപ്പെട്ടത്? പക്ഷെ ട്യൂഷൻ സെന്ററിൽ തന്നെ കണ്ടപ്പോൾ വളരെ അലിവോടുകൂടെയാണ് സാർ പെരുമാറിയത്. തൻ്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും ചെയ്തു. ആലോചനകളിൽ മുഴുകി അവൾ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ സുനിത അവളെയും കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടത്തെ കെട്ടിലമ്മ എത്തിയോ? വേഗം പോയി പാത്രം കഴുകിടി, അവർ അവളോട് ആക്രോശിച്ചു. ഒന്നും മിണ്ടാതെ ഗായത്രി അകത്തേക്ക് കയറി. വേഷം മാറി അവൾ അടുക്കളയിലേക്ക് വന്നു പാത്രം കഴുകാൻ തുടങ്ങി. അതിനിടയിൽ രാത്രി ഉണ്ടാക്കേണ്ട ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും അവർ അവൾക്ക് നിർദ്ദേശം കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് താൻ പഠിക്കാനിരിക്കുന്നത് എന്ന് അവൾ വിഷമത്തോടെ ചിന്തിച്ചു. അസൈൻമെന്റുകളൊക്കെ എഴുതാനുണ്ട്. അവൾ വേഗം വേഗം ജോലികൾ ഒതുക്കിക്കൊണ്ടിരുന്നു. ഇതേ സമയം കാർ ഓടിച്ച് തിരിച്ചു പോകുമ്പോൾ സൂര്യന്റെ മനസ്സിലും നിറയെ ഗായത്രിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവളെപ്പറ്റി അവന് വല്ലാതെ മതിപ്പ് തോന്നി. സ്വന്തമായി ജോലി ചെയ്താണ് ആ കുട്ടി പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ആയിരിക്കണം പെൺകുട്ടികൾ. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ മുന്നോട്ടു പോകാനുള്ള ഇച്ഛാശക്തി അവർക്കുണ്ടാകണം. അവളുടെ മുഖം വീണ്ടും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്നപ്പോൾ സൂര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇവൾ തന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു. ഒരു ദിവസം എത്ര പ്രാവശ്യം താൻ അവളെ ഓർക്കുന്നുണ്ട്? അവൻ തൻ്റെ മനസ്സിൽ ഒരു വിശകലനം ചെയ്തു. അവളോടുള്ള സഹതാപമല്ല അത്. ഒരു പ്രത്യേക ഇഷ്ടം, ഒരു നനുത്ത ഇഷ്ടം.
മഴനൂൽ പോലൊരിഷ്ടം. ആ ഇഷ്ടത്തിന് ഒരു ചെറിയ ചൂടുണ്ട്, നേർത്ത കുളിരുണ്ട്. അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ഹൃദയം നിറഞ്ഞു കവിയുന്നൊരു ഫീൽ. ഇതല്ലേ പ്രണയം ആണെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ചുണ്ടിൽ ഊറിയ ചിരിയോടെയാണ് അവൻ വീട്ടിലേക്ക് കയറിയത്. വീട്ടിലെത്തിയപ്പോൾ അമ്മ വന്നിട്ടില്ലെന്ന് അവന് മനസ്സിലായി. അവൻ അമ്മയുടെ ഫോണിൽ വിളിച്ചു നോക്കിയപ്പോൾ അവർ ഒരു എമർജൻസി കേസ് അറ്റൻഡ് ചെയ്യുകയാണെന്ന് ആശുപത്രിയിൽ നിന്ന് അവൻ അറിഞ്ഞു. ഡൈനിങ് ടേബിളിൽ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം ചൂടാക്കി കഴിച്ച ശേഷം അവൻ തിരിച്ച് മുറിയിലേക്ക് വന്നു. ബിസിനസ് സംബന്ധമായ കോളുകളിലും ഡിസ്കഷനുകളിലുമായി അടുത്ത 2 മണിക്കൂർ സൂര്യൻ തിരക്കിലായിരുന്നു. കോളുകളെല്ലാം കഴിഞ്ഞ് അവൻ റൂമിൽ വന്ന് കുളിച്ചിറങ്ങി. വെറുതെ ഫോൺ എടുത്ത് അവൻ നോക്കി. ഗായത്രി ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും എന്ന് അവൻ ആലോചിച്ചു. അവളെ ഒന്ന് വിളിച്ചാലോ? എന്തു പറഞ്ഞു വിളിക്കും? മോശമല്ലേ അത്, ഈ രാത്രിയിൽ ഒരു കാര്യവുമില്ലാതെ വിളിക്കുന്നത്? അവൻ അവളെ വിളിക്കാനുള്ള മനസ്സിന്റെ ആഗ്രഹത്തെ ഒതുക്കി നിർത്തി. ഇതേ സമയം ഗായത്രി ജോലികളൊക്കെ ഒതുക്കി അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ചെറിയമ്മയുടെ ആങ്ങളയുടെ മകൻ വീട്ടിലേക്ക് കയറി വരുന്നത്. വരുൺ എന്നാണ് അവന്റെ പേര്. കുറച്ചു കാലമായി അവൻ ഇടയ്ക്കിടയ്ക്ക് ഗായത്രിയുടെ വീട് സന്ദർശിക്കാറുണ്ട്. അവളുടെ മേലുള്ള അവന്റെ നോട്ടം അത്ര ശരിയല്ല. ഇത് പലതവണ ഗായത്രിക്ക് തോന്നിയിട്ടുമുണ്ട്. ചെറിയമ്മയുടെ മുന്നിൽ വച്ചു തന്നെ പലപ്പോഴായി അവൻ അവളെ തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ സുനിത കാണാറുണ്ടെങ്കിലും അവരുടെ മൗനാനുവാദം ഇതിനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അവനെ കണ്ടപ്പോൾ ഗായത്രിക്ക് ദേഷ്യം വന്നു. താൻ സൂക്ഷിക്കണമെന്ന് അവൾക്ക് തോന്നി. ഇതേ സമയം വരുണിന്റെ മനസ്സിൽ ഇന്ന് രാത്രി ഗായത്രിയെ തന്റെ നിയന്ത്രണത്തിലാക്കാമെന്ന വികൃതമായ ചിന്തയായിരുന്നു. അതിന്റെ പ്രതീക്ഷയിൽ അവൻ സന്തോഷത്തിലിരുന്നു. തുടരും. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ. താങ്ക് യു.